നമസ്കാരം. കർക്കിടക മാസ ഫലങ്ങളാണ് പറയാൻ പോകുന്നത്. ജൂലൈ 17 തീയതിയാണ് കർക്കിടക മാസം ആരംഭിക്കുന്നത് ഈ വർഷം. മൂലം, പൂരാടം, ഉത്തരാടം നാളിന്റെ ആദ്യ 15 നാഴിക ഇത്രയും ചേർന്ന ധനുക്കൂറുകാരുടെ കാര്യം പരിഗണിക്കുമ്പോൾ ഈ കർക്കിടക മാസം ഗുണദോഷ സമ്മിശ്രമാണ്. ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ഏറെക്കുറെ സമമായിട്ട് വരും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സാമാന്യം തൃപ്തികരമായ നല്ല ജോലി ലഭിക്കും. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് ചിലപ്പോൾ അത് നീണ്ടുപോയേക്കാം. അങ്ങനെയുള്ള പരിശ്രമങ്ങളിൽ ധനനഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും വളരെ കരുതൽ ആവശ്യമാണ്. നന്നായി പരിശ്രമിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കർമ്മരംഗം ഒരുവിധമെങ്കിലും ഭംഗിയായി കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. കാര്യപരാജയങ്ങൾക്കൊക്കെ സാധ്യതയുണ്ടെന്ന് ചുരുക്കം. കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ അനുഭവപ്പെടാം. നിങ്ങളുടെ കച്ചവടത്തിന്റെ അളവ് കുറഞ്ഞു പോകാം. നിങ്ങളുടെ ബിസിനസ് രംഗം ചെറുതായി പോകുന്ന സാഹചര്യം ഉണ്ടാകാം. അപ്പോൾ വളരെ കരുതലോടെ പ്രവർത്തിക്കുക. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി ശരിക്ക് പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ മുമ്പോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. കുട്ടികൾ പഠനകാര്യങ്ങളിൽ വളരെ ജാഗ്രത പാലിക്കണം. അല്ലാത്ത പക്ഷം ഉദ്ദേശിക്കുന്ന പ്രയോജനം കിട്ടിയെന്ന് വരില്ല. കുടുംബപരമായ കാര്യങ്ങളിലും കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മത പാലിക്കുക. വിവാഹാലോചനകളിൽ മറ്റു ഒരല്പം കാലതാമസം ഉണ്ടായേക്കാം. എങ്കിലും പരിശ്രമം തുടരുക. മനസ്സിന് ടെൻഷനോ സംഘർഷമോ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യകാര്യങ്ങളിൽ പൊതുവായ ശ്രദ്ധ ഉണ്ടായിരിക്കുക. പണമിടപാടുകൾ സൂക്ഷിച്ച് നടത്തുക. ഈ വരുന്ന കർക്കിടക മാസം പൊതുവെ നിങ്ങൾക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നതാണ്. കർക്കിടക വാവുബലി തർപ്പണമൊക്കെ ഭംഗിയായി ചെയ്യുക. കർക്കിടക മാസത്തിൽ സർവൈശ്വര്യ പ്രാപ്തിക്കായി ഗണപതി ഹോമം, ഭഗവതി സേവ നടത്തുന്നത് വളരെ നല്ലതാണ്.